സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെൽത്തി ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചാമേരി വെച്ചിട്ടുള്ള കിച്ചടിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ചോറിനൊക്കെ പകരമായിട്ട് നമുക്ക് ഈ ചാമേരി അഥവാ ലിറ്റിൽ മില്ലറ്റ് കഴിക്കാവുന്നതാണ്. ഷുഗറിൻ്റെ അളവ് നന്നായി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ PCOD ഒക്കെ പൂർണ്ണമായി മാറുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഡിഷാണിത്. അപ്പോൾ ഈ ഒരു ചാമേരി കിച്ചടി നിങ്ങൾക്ക് കഞ്ഞി പോലെയോ അതല്ലെങ്കിൽ നന്നായി വറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് പോലെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബറും എല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. ഇത് ഡിന്നറായിട്ടോ അതല്ലെങ്കിൽ ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇതാണ് ചാമേരി അഥവാ ലിറ്റിൽ മില്ലറ്റ് എന്നറിയപ്പെടുന്ന ധാന്യം. ഇത് ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, PCOD എന്നിവയെല്ലാം മാറുന്നതിനും അതുപോലെ തന്നെ നന്നായി കൺട്രോൾ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇന്ന് കിച്ചടി തയ്യാറാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡിഷാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് ചാമേരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ വളരെയധികം കുറവായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചെറുപയറാണ്. ഇത് 1/4 കപ്പ് ചെറുപയർ കുതിർത്ത് വെച്ച ശേഷം 1/2 കപ്പായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. തലേന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയർ. പിന്നെ ഇതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഉലുവയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ഉലുവ തലേന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായി വെള്ളം ചേർത്ത ശേഷം 1-2 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തു കഴിയുമ്പോഴേക്കും ഇതെല്ലാം നന്നായി ക്ലീനായി കിട്ടുന്നതാണ്. അതായത് 3 ഞാൻ നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപയറും ഉലുവയും ചാമേരിയും കൂടി ചേർത്ത മിക്സ് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കഞ്ഞി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. എപ്പോഴും ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലേക്ക് വേണം വെള്ളം ചേർക്കാൻ. ചാമേരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഉലുവയും ചെറുപയറും കുതിർത്ത് വെച്ചുകൊണ്ടും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പണ്ടൊക്കെ ഷുഗർ പേഷ്യൻസിന് അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഗോതമ്പ് കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് മില്ലറ്റ്സ് ശീലമാക്കാനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷുഗർ ലെവലൊക്കെ നന്നായി കൺട്രോൾ ആവുന്നതിനും അതുപോലെ തന്നെ PCOD ഒക്കെ പൂർണ്ണമായി മാറുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് ഈ ഒരു കോമ്പിനേഷൻ. എൻ്റെ PCOD ഒക്കെ മാറിയത് ഈ ഒരു കോമ്പിനേഷനിലുള്ള ഫുഡ് കഴിച്ചതിന് ശേഷമാണ്. ഇതെനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഡിഷാണ്. പണ്ട് കാലത്തെല്ലാം ചാമേരിയാണ് ധാരാളമായിട്ട് ആൾക്കാർ യൂസ് ചെയ്തിരുന്നത്. പിന്നെയാണ് അരിയിലോട്ടും ഗോതമ്പിലോട്ടൊക്കെ മാറിയത്. അപ്പോൾ ഈ ചാമേരി കഴിക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയതുകൊണ്ട് ഡൈജഷനൊക്കെ എളുപ്പമാക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ചാമേരി വെന്ത് കിട്ടുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ചാമേരി വെച്ചിട്ട് പലഹാരങ്ങളും തയ്യാറാക്കാവുന്നതാണ്. അരിക്ക് പകരമായിട്ട് നമുക്ക് ഈ ചാമേരി യൂസ് ചെയ്യാവുന്നതാണ്. ഇഡലിയോ ദോശയോ ഒക്കെ തയ്യാറാക്കാനും ഈ ഒരു ചാമേരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കിനി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കഞ്ഞിയൊക്കെ റെഡിയാവുന്നതാണ്. ഞാനിപ്പോൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാണ് ടൈം എടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിലാകുമ്പോഴേക്കും നമ്മുടെ കഞ്ഞിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പയറൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർത്തിരുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇന്ദുപ്പ് ഉണ്ടെങ്കിൽ ഇന്ദുപ്പാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടൊരു കിച്ചടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് കൊണ്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിച്ചടി ആയിട്ടാണ് കിട്ടുക.
ഇനി നിങ്ങൾക്ക് ചോറായിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറായിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷുഗർ ലെവലൊക്കെ നന്നായി കൺട്രോൾ ആവുന്നതിനും അതുപോലെ PCOD ഒക്കെ പൂർണ്ണമായിട്ട് മാറുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതെനിക്ക് തൃശ്ശൂരിലുള്ള ഡോക്ടർ ഭഗവതി അമ്മാൾ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. അതായത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് 2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. ഒന്ന് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകമാണ്. ജീരകം ഇഷ്ടമില്ലെങ്കിൽ മാത്രം അത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ചേർക്കേണ്ടത് തേങ്ങാപ്പീര. ഞാൻ മിക്സിയിൽ ഇങ്ങനെ തേങ്ങാപ്പീരയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ആ ചൂടോടുകൂടി തന്നെ ചേർക്കണം. അതിനുശേഷം ഈ ജീരകവും തേങ്ങാപ്പീരയൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ചാമരി കൊണ്ടുള്ള കിച്ചടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം കൂടാതെ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അവിയലാണ്. ഞാനിവിടെ ഇപ്പോൾ അവിയലിൻ്റെ റെസിപ്പി ചേർക്കുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ പാലക്കാടൻ സ്റ്റൈൽ അവിയലും അതുപോലെ തെക്കൻ സ്റ്റൈൽ അവിയലൊക്കെ ഞാനിവിടെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയും കൂടി കണ്ടു നോക്കണം. ബേക്കറി ഐറ്റംസും എണ്ണ പലഹാരമൊക്കെ ഒഴിവാക്കി ഇതുപോലെ വെജിറ്റബിൾസും അതുപോലെ സാലഡ്സും ഒക്കെ ധാരാളമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ കൂടെ അല്പം എക്സസൈസും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി ലൈഫായിരിക്കും നമുക്ക് ലഭിക്കുക. ഈ ഒരു കോമ്പിനേഷനിൽ കഴിക്കുകയാണെങ്കിൽ വെജിറ്റബിൾസിൻ്റെയും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെയും എല്ലാം നല്ലൊരു കോമ്പിനേഷനായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഡിന്നറായിട്ടോ അതല്ലെങ്കിൽ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. Thank you.